ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് ഇൻട്രസ്റ്റുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. രണ്ട് രീതിയിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻസ് വരിക. സിമ്പിൾ ഇൻട്രസ്റ്റും ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്. ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അതായത് ആദ്യം എക്സാമ്പിൾ കാണിച്ചുതരാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത്. സോ ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എഴുതാം. INT അറിയുമ്പോൾ ഇൻട്രസ്റ്റ് ആട്ടോ. സിമ്പിൾ ഇൻട്രസ്റ്റും നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എഴുതാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതായത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത് എന്നൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 100 രൂപയാണ് അറ്റ് 10% ഇൻട്രസ്റ്റ്. 100 രൂപ അറ്റ് 10% ഇൻട്രസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. സോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയെന്നുള്ളതും നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയെന്നുള്ളതും നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രിൻസിപ്പൽ എമൗണ്ടും നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ടും ലെറ്റ്സ് സേ ഒരു 3 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. 1 2 3. സോ ഫസ്റ്റ് ഇയറിൽ ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് പിടിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നത് 100 രൂപയാണ്. ഒന്നാമത്തെ വർഷത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 100 രൂപയാണ്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 10 രൂപ ഇൻട്രസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെ വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ഈ എമൗണ്ട് എത്രയായിട്ട് മാറും? ആദ്യം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അത് ഇൻട്രസ്റ്റ് 10% ആയതുകൊണ്ട് അതിൽ ഇൻട്രസ്റ്റ് എനിക്ക് എത്ര കിട്ടി? 10 രൂപ കിട്ടി. അടുത്ത വർഷം ഈ 100 രൂപയായിട്ട് തന്നെ കണക്കാക്കുള്ളൂ. അല്ലാണ്ട് ആ ഇൻട്രസ്റ്റ് എന്തിലേക്ക് ആഡ് ചെയ്യില്ല? നിങ്ങളുടെ പ്രിൻസിപ്പിളിലേക്ക് ഇവിടെ ആഡ് ചെയ്യില്ല. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത അതാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ അവിടെ കിടക്കും. അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, നിങ്ങളുടെ ക്യാപിറ്റലിലേക്ക് അഥവാ പ്രിൻസിപ്പിളിലേക്ക് ആഡ് ആവില്ല. സോ ഈ വർഷം എന്തുതന്നെയാണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, 10%. സോ 10 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. അടുത്ത വർഷം ക്യാപിറ്റലിൽ മാറ്റമൊന്നും വരുന്നില്ല, 100 രൂപ 10 രൂപ ഇൻട്രസ്റ്റ് വരും. ഇനി ഇതേ സാധനം നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരമാണെങ്കിൽ നോക്കുക. ഫസ്റ്റ് ഇയറിൽ ഞാൻ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. സോ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 10% പ്രകാരം അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 രൂപ. സെക്കൻഡ് ഇയറിലേക്ക് എത്ര വന്നു? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്താവും? നമ്മുടെ ക്യാപിറ്റലിലേക്ക് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത. സോ ഈ 100 രൂപയുടെ ഒപ്പം ഈ 10 രൂപയും കൂടി എന്താവും? അടുത്ത വർഷത്തേക്ക് ആഡ് ആവും. സോ 110 ആയിട്ട് മാറും നമ്മുടെ ക്യാപിറ്റൽ അഥവാ പ്രിൻസിപ്പൽ. ഫസ്റ്റ് ഇയറിൽ ഞാൻ 100 ഇൻവെസ്റ്റ് ചെയ്തു, അതിന് 10% ഇൻട്രസ്റ്റ് വെച്ചിട്ട് എനിക്ക് 10 രൂപ ഇൻട്രസ്റ്റ് കിട്ടി ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിലേക്ക് ആ ഇൻട്രസ്റ്റും കൂടി എന്താവാണ്? ക്യാപിറ്റലിന്റെ ഒപ്പം ആഡ് ആവും സെക്കൻഡ് ഇയറിലേക്ക്. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത. സോ ക്യാപിറ്റൽ അതും കൂടി ആഡ് ആയി. സോ 110 ആയി ക്യാപിറ്റൽ. ഇതിന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 11 ആണ്. അതിന്റെ 10% 11 ആണ്. കാരണം 110 ഇൻറ്റു 10/100 എന്ന് പറയുമ്പോൾ 11 കിട്ടി. ഇനി അടുത്ത വർഷം മൂന്നാമത്തെ വർഷത്തേക്കോ ഈ 11 നമ്മുടെ ഈ 110ന്റെ ഒപ്പം ആഡ് ആവും. സോ 110ഉം 11 എന്ന് പറയുമ്പോൾ 19 20 121 ആയിട്ട് മാറും നിങ്ങളുടെ ക്യാപിറ്റൽ. അതിന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 12.1 വരും. സോ ഇതാണ് രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് എപ്പോഴും എന്താണ്? ഫിക്സഡ് ആണ്. ഫസ്റ്റ് ഇയറിൽ എത്രയാണോ ഇൻട്രസ്റ്റ് അത് എത്ര വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്, ഇപ്പൊ 7 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താലും ഇത് ഈ 10 തന്നെ കിട്ടുള്ളൂ. പ്രിൻസിപ്പിൾ അതന്നെ. അതായത് പ്രിൻസിപ്പിളിന്റെ ഒപ്പം ഒരിക്കലും നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആഡ് ഓൺ ആവില്ല. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത. ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ വർഷവും നമ്മുടെ ക്യാപിറ്റലിന്റെ ഒപ്പം ആഡ് ഓൺ ആവും. അതായത് നിങ്ങൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 10 വർഷത്തേക്ക് ശേഷം നോക്കുമ്പോൾ ആ ഇൻട്രസ്റ്റും കൂടി ആഡ് ആയിട്ട് അടുത്ത വർഷം അതാണ് ഇൻവെസ്റ്റ് ആവുക. സോ കൂടും. അതാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന്റെ കേസിൽ എപ്പോഴും പറയും കോമ്പൗണ്ടിങ് ഈസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിന്റെ കേസ് എടുക്കുക. മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അതിന്റെ പ്രോഫിറ്റ് വരുന്നു, ആ പ്രോഫിറ്റും കൂടി കൂട്ടിയിട്ടാണ് അടുത്ത വർഷം അത് ഇൻവെസ്റ്റ് ആവുക. ലെറ്റ്സ് സേ നിങ്ങൾ 1 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പ്രോഫിറ്റ് ആയിട്ട് 10,000 കിട്ടിയെന്ന് വെക്കുക. അടുത്ത വർഷം നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 1.10 ആണ്. സോ അങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ഇനി ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കേസിൽ ഇതേ സാധനം ലോൺ എടുക്കുകയാണെങ്കിലോ, നിങ്ങൾ ലോണ് ഇൻട്രസ്റ്റ് വരുന്നത് 10% ആണ്. അപ്പോൾ 10 രൂപ ഇൻട്രസ്റ്റ് അടച്ചില്ല. അടുത്ത വട്ടോ അതും കൂടി നിങ്ങളുടെ ക്യാപിറ്റലിലേക്ക് ആഡ് ആയിട്ട് അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. അതും അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ മുകളിൽ പിന്നെയും ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. സോ അതാണ് കോമ്പൗണ്ട്. ലോണൊക്കെ എപ്പോഴും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് വരിക. സോ ലോണിന്റെ കേസിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് ആണ്. നേരെ മറിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റബിൾ ആണ്. സോ ബേസിക് ആയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും ഡിഫറൻസ് പറഞ്ഞു എന്ന് മാത്രം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ
നിങ്ങൾ 1,00,000 രൂപ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തു, 10 കൊല്ലത്തിന് ശേഷം നോക്കിയാൽ നിങ്ങളുടെ ആ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 1,00,000 തന്നെ ആയിരിക്കും. കാരണം ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒരിക്കലും എന്താവില്ല, ക്യാപിറ്റലിക്ക് ആഡ് ഓൺ ആവില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലോ കിട്ടുന്ന ഓരോ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ് ക്യാപിറ്റലിലേക്ക് ആഡ് ഓൺ ആയിക്കൊണ്ടേയിരിക്കും. 10 ലക്ഷം ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 10 കൊല്ലത്തിന് ശേഷം നോക്കുമ്പോൾ ആ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷം ആവില്ല. ആ ഇൻട്രസ്റ്റ് ആഡ് ഓൺ ആയിട്ട് അതാണ് റീ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുക. ഇനി ഫസ്റ്റ് ഇയർ വെച്ച് നോക്കുമ്പോൾ ഒന്നാമത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും ഇൻട്രസ്റ്റ് എമൗണ്ട് സെയിം ആയിരിക്കും. കാരണം ഒന്നാമത്തെ വർഷം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ആണ്. ഇനി ഇത് കാണാനുള്ള ഇക്വേഷൻസ് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കാണാനുള്ള ഇക്വേഷൻസ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പക്കാ സിമ്പിൾ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ PRT/100, P ഇൻറ്റു R ഇൻറ്റു T ഡിവൈഡഡ് ബൈ 100, വേർ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം. ഇത്രയേ ഉള്ളൂ. PRT/100 എന്ന് പറയും. ഈ PRT/100 എന്നുള്ള ഇത് SI ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് SI ഈസ് ഈക്വൽ ടു PRT/100. ഈ PRT/100 SI ഈക്വൽ ടു PRT/100 വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി അതായത് SIയും Rഉം Tയും തന്നു കഴിഞ്ഞാൽ P കാണാൻ പറ്റും. അതായത് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റണം. ഇപ്പൊ ലെറ്റ്സ് നിങ്ങളോട് P ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളോട് P എത്ര പ്രിൻസിപ്പൾ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, ഇതേ ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്ത് പഠിക്കാം. ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, SI ഇസ് ഈക്വൽ ടു PRT/100 ആണ്. സോ ഈ 100നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. ആദ്യം SI ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു PRT. ഇങ്ങനെ എഴുതി കൂടെ എഴുതാം. എനിക്ക് കാണേണ്ടത് P ആണെങ്കിൽ ഇവിടെ Pന്റെ ഒപ്പം Rഉം Tയും എങ്ങനെ കിടക്കുന്നത്, ഡിവൈഡ് ചെയ്തിട്ടാണ് കിടക്കണം. സോ ഈ Rനെയും Tനെയും ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ പറ്റും ഡിവൈഡ് ആക്കിയിട്ട്. കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. സോ Rഉം Tയും എന്തായി, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ ഡിവിഷൻ ആയി, R ഇൻറ്റു T. സോ P ഈസ് ഈക്വൽ ടു SI ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ RT. RT അറിയുമ്പോൾ R ഇൻറ്റു T എന്ന് വരും. ഇതാണ് ഒന്നാമത്തേത്. P കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി R ആണ് കാണാൻ പറഞ്ഞു വെച്ചാലോ ഒന്നുമില്ല, Rനെ അവിടെ നിർത്തിയിട്ട് ആ Pനും Dനും ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അതായത് R ഈസ് ഈക്വൽ ടു SI ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ P ഇൻറ്റു T. ഇനി T ആണ് കാണാൻ പറഞ്ഞു വെച്ചാലോ T ഈസ് ഈക്വൽ ടു SI ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ R ഇൻറ്റു P അല്ലെങ്കിൽ P ഇൻറ്റു R. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല, മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇതാണ് നമ്മുടെ ഓരോ ഇക്വേഷനും. അതായത് മെയിൻ ഇക്വേഷൻ PRT/100 ആണ്. ആ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. അതിന്ന് ഇതെല്ലാം നമുക്ക് ഡിറൈവ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കാൻ ഭയങ്കര സ്കില്ലാണെങ്കിൽ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. പക്കാ സിമ്പിൾ ആണ്. ഇത് ഇത്തരം ഇക്വേഷൻസേ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇക്വേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരില്ല. അതിന് ടൈമിന്റെ കേസിൽ ഇയർ ആണ് എപ്പോഴും നമ്മൾ എടുക്കുക. ടൈമിന്റെ കേസിൽ ഇൻട്രസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ അത് പെർ ഇയർ ആണ് ഇൻട്രസ്റ്റ് വരിക. അപ്പൊ ടൈമും ഇയർ ആണ് തന്നിട്ടുണ്ടാവുക. സപ്പോസ് മന്തിലാണ് തന്നിട്ടുള്ളത് എങ്കിൽ, അതായത് ഇൻ മന്ത് ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 12 ചെയ്തിട്ട് അതിന് ഇയറിലേക്ക് മാറ്റണം. മന്തിലാണ് സമയം തന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ 6 മാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, 6/12 ചെയ്താൽ അത് ഇയറിലേക്ക് ആയി കിട്ടും. അതേപോലെ ഡേയ്സിലാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിലോ, അതായത് കുറച്ച് ദിവസമാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, 365 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ ലെറ്റ്സ് ഒരു 200 ദിവസത്തേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200/365 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിന്റെ ഇയർലി വേർഷൻ കിട്ടും. സോ മന്തിലാണെങ്കിലും ഡേയ്സിലാണെങ്കിലും ടൈം എന്തിലേക്ക് മാറ്റണം, ഇയറിലേക്ക് മാറ്റണം. മന്ത് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 12ഉം ഡേയ്സ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 365ഉം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇയറിലേക്ക് ആയി കിട്ടും. സോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പോകാം, അല്ലെങ്കിൽ വേണ്ട സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കോമ്പൗണ്ടിലേക്ക് പോവാം അല്ലെ, കാരണം രണ്ടും ഒപ്പം പറയണ്ടല്ലോ. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ ഇതാട്ടോ, PRT/100. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ, R എന്ന് പറഞ്ഞാൽ റേറ്റ്, T എന്ന് പറഞ്ഞാൽ ടൈം. ടൈം മന്തിലാണെങ്കിൽ ഡിവൈഡ് ബൈ 12 ചെയ്യണം, ഡേയ്സിലാണെങ്കിൽ ഡിവൈഡ് ബൈ 365 ചെയ്യണം. ഇനി ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങളോട് P കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇക്വേഷൻ വരിക, SI ഇൻറ്റു 100 ബൈ RT വരും. R കാണാൻ പറഞ്ഞാൽ SI ഇൻറ്റു 100 ബൈ PT വരും. T കാണാൻ പറഞ്ഞാൽ SI ഇൻറ്റു 100 ബൈ RP വരും. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാമെന്നല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് പേഴ്സൺ പെർ ആനം, ഇത് പേഴ്സൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ.
ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുന്നതിൽ വന്നില്ല. അറ്റ് വാട്ട് പേഴ്സൺ പെർ ആനം വിൽ എ സം ഓഫ് മണി ഡബിൾ ഇൻ 8 years? At what person per annum will a sum of money double in 8 years? അതായത് നമ്മൾ ഒരു പൈസ കുറച്ച് രൂപ നമുക്ക് ഡബിൾ ആയി കിട്ടണം, 8 വർഷം കൊണ്ട് അത് ഡബിൾ ആയി കിട്ടണം. അങ്ങനെയാണെങ്കിൽ എത്ര % ഇൻട്രസ്റ്റിൽ നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പൈസ അല്ലെങ്കിൽ എത്രയോ പൈസ നമുക്കത് എന്ത് ചെയ്യണം, ഡബിൾ ആയിട്ട് കിട്ടണം. അപ്പോൾ ഡബിൾ ആയിട്ട് കിട്ടണമെങ്കിൽ 8 വർഷം കൊണ്ട് ഡബിൾ ആയി കിട്ടിയാൽ മതി. അങ്ങനെ 8 വർഷം കൊണ്ട് ഡബിൾ ആയി കിട്ടണമെങ്കിൽ നമ്മളത് എത്ര രൂപയിൽ എത്ര % റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ചോദ്യം. സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എമൗണ്ട് തരാത്തോണ്ട് 100 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കൂട്ടാം. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എപ്പോഴും 100 ആണ് എടുക്കുക. 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കൂട്ടുക. അത് ഡബിൾ ആവണം എന്ന് പറഞ്ഞാൽ 200 ആവണം. 8 വർഷം കൊണ്ട് 200 ആവണം. സോ ഇവിടെ ഇൻട്രസ്റ്റ് എത്ര? സിമ്പിളായിട്ട് കണ്ടുകൂടെ? ഇവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 രൂപ. 100 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഡബിൾ ആവണം, 200 ആവണം. സോ അതിൻ്റെ ഇടയിൽ ഇൻട്രസ്റ്റ് എത്ര വേണം? 100 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് മാത്രം കിട്ടണം. SI സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഈ പറഞ്ഞ 100. ക്ലിയർ അല്ലേ? നമ്മൾ ചോദ്യം എന്താ? 8 വർഷം കൊണ്ട് നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഡബിൾ ആയിട്ട് കിട്ടണം. അപ്പൊ എന്ത് റേറ്റിൽ അത് ഇൻവെസ്റ്റ് ചെയ്യണം ചോദ്യം. അപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 100 ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അത് എനിക്ക് 200 ആയിട്ട് കിട്ടണം. 100 ഇൻവെസ്റ്റ് ചെയ്തു, ഡബിൾ ആയിട്ട് 200 ആയിട്ട് കിട്ടണം. അപ്പൊ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വേണം? ഈ ഡിഫറൻസ് 100 രൂപയിൽ ഇൻട്രസ്റ്റ് മാത്രം. അപ്പൊ എനിക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി 100 ആണ്. ടൈം എത്ര? ടൈം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8 ആണ്. പ്രിൻസിപ്പിൾ ഇവിടെ ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? 100 ആണ്. എൻ്റെ കേസിൽ 100 ആണ്. എനിക്ക് കാണേണ്ട എന്താ? 6 ആണ്. ബാക്കി എല്ലാം കിട്ടിയില്ലേ? 6 കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? SI × 100 ഡിവൈഡഡ് ബൈ P × T. എല്ലാ സാധനങ്ങളും നമുക്കറിയില്ലേ? SI എന്ന് പറയുന്നത് ഇവിടെ P എന്ന് പറയണില്ലേ? SI എന്ന് പറയുന്നത് എത്രയാണ്? ഇൻട്രസ്റ്റ് 100 ആണ്. × 100 ഡിവൈഡ് ബൈ പ്രിൻസിപ്പിൾ എത്രയാണ്? 100 ആണ്. ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100 പോയി, അല്ല 100 0 ക്യാൻസൽ ചെയ്ത് പോയി. 100/8. 100/8 എന്ന് പറയുമ്പോൾ എത്ര? 100/8 എന്ന് പറയുമ്പോൾ 12.5 ആണ് വരും. സോ 12.5 ഓപ്ഷനിലെ 12.5% ആൻസർ കിട്ടി. സിമ്പിൾ. ആ ഒരു ഇക്വേഷൻ പഠിക്കുക, ഡയറക്റ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.